audience. ഹലോ റൊണാൾഡേ, എന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? എവിടെ ഇപ്പൊ ഇവിടെ? ഓ, പണി വല്ലതും ഉണ്ടോന്ന് അന്വേഷിച്ചിറങ്ങിയാണ്. പണിയാ? ഇയാൾക്ക് പിന്നെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? വർക്ക്ഷോപ്പിൽ പണിയാൻ വണ്ടി വല്ലതും വേണ്ടേ? പിന്നെ കിശുമത്ത് പണിയൊക്കെ വരുന്ന അവിടെ ചെറുക്കുണ്ടാവും, നോക്കിക്കോളും. പയ്യനെയൊക്കെ നിർത്തിയേക്ക് തന്നെ. നമ്മളെപ്പോഴും 5 മണി ഉണ്ടല്ലേ നമ്മൾ പോകത്തുള്ളല്ലോ. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെലവുകളൊക്കെ നടക്കുന്നത്? ഇവിടെ മച്ചമ്പീടേം പെങ്ങടേം കൂടുതൽ താമസം, ചിലവൊക്കെ സൈഡ് വരെ നടന്നു. ഇവിടെ ഈ മച്ചമ്പി പെങ്ങളൊക്കെ എത്ര ദിവസം കാണൂടെ? ഇയാളെ വല്ല വേലയ്ക്ക് വല്ലതും പോയി വല്ല ചെയ്യാൻ നോക്കറേ? ഇയാള് വേല വല്ല അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു വേല ഉണ്ട്, വേലക്കാരൊന്ന് പറഞ്ഞു തന്നാട്ടെ. ഭാഗ്യക്കുറി കച്ചവടം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ ഇയാൾക്ക്? ഉണ്ട്. എങ്കിൽ ഇയാൾക്ക് അടിപൊളി ഒരു കട ഇട്ട് തരാം. കടയോ? എന്നാ കട ഇടണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കണം, മാസവാടക, പെയിന്റ് ചെയ്യണം, ബോർഡ് വെക്കണം. ആ പൈസ കൊണ്ട് എനിക്ക് പലിശ കൊടുത്തിരിക്കാൻ പോകും. എന്തിന് പൈസ? പിന്നെ പൈസ ഇല്ല, അങ്ങനെ കട തുടങ്ങും. എടേ, ഒരു കൊടയും ബയൻറ്റും. കോടയും ബൈൻഡും കൊണ്ട് ലോട്ടറി കടയും. ഇവിടെ കൊടയെന്ന് പറഞ്ഞാൽ വെയിൽ പിടിക്കും. വെയിലത്ത് വരുമ്പോൾ വെയിൽ പിടിക്കും, കുട പിടിക്കും. ഭാഗ്യക്കുറി ഇങ്ങനെ നിരത്തി വെച്ച് ഇങ്ങനെ കച്ചവടം ചെയ്യാനാണ് ബൈൻഡ്. ഒരു പുത്തി ഒരു പണിക്കും പോകാതെ മരുമോൻ വരാതിരിപ്പില്ലേ? മരുമോനെ വിളിച്ച് കൊടയും ബൈൻഡും കൊടുത്താൽ മതി അങ്ങോട്ട്. ഇതാണ് കാര്യം പറയുന്നവനെ കണ്ടുകൂടാ. പിന്നല്ലാതെ കണ്ടുകൂടാത്തെ അളിയനും മച്ചമ്പിയൊക്കെ എത്ര ദിവസം കാണും? അളിയനും മച്ചമ്പേന്റെ കൂടെ കാണും. തടിയെങ്കിലും കുറേ കേട്ടോ, ഓളെ പണിക്ക് വിട്. ഇതാണ് കാര്യം പറയാൻ ഒരുത്തന് കാര്യം പറഞ്ഞു കൊടുത്തൂടാ. പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. തമ്പി എന്ന നാടകത്തിലൊരു പരിപാടിയുടെ കാര്യം എടുത്ത് പറഞ്ഞാലോ, ഒന്ന് വിളിച്ചോ. ആ തമ്പിയണ്ണ, പൊന്നെ, പേടല്ല. പാടാ. ഓ, എന്റെ കുറച്ച് വെള്ളം കോരി ഒഴി. വയ്യേ? ഇത് അവരറിയുന്നു. അമ്മാവൻ തന്നെ വന്നിട്ട് വെച്ചാൽ മതിയായിരുന്നു. ഇത് എന്ത് പ്ലാവാ? ഇത് ചെമ്പരത്തി പ്ലാവെന്നാ പറഞ്ഞത്. ചെമ്പരത്തി പ്ലാവ്. കുറച്ച് വെള്ളം ഒഴിക്കട്ടാ. ആ, ഇത് മതിയായിരിക്കും അല്ലേ താന്നത്? ഇച്ചിരി ഒഴിച്ചാൽ മതി. ആ മതി. കനകനാണെങ്കിൽ എപ്പോഴും പരാതി. എന്തിന്? പറമ്പ് ആരും നോക്കണില്ല, ഇങ്ങോട്ട് ആരും ചെല്ലണില്ല. അവൻ എല്ലാത്തിനും എപ്പോഴും പരാതി തന്നെയല്ലേ. അവന് സൗകര്യം ഉണ്ടെങ്കിൽ അവൻ ചെയ്യണം, അല്ലെങ്കിൽ ആർക്കാണ് സൗകര്യം എന്ന് വെച്ചാൽ അവരവർ ചെയ്യണം. അവനവൻ്റെ കാര്യമല്ലേ. എനിക്ക് സമയവും ഇല്ല, ഒന്നുമില്ല. അമ്മയ്ക്ക് അറിയാലോ എൻ്റെ കാര്യം. എനിക്ക് എൻ്റെ നടുകൊണ്ട് അനങ്ങാൻ വയ്യ എൻ്റെ പൊന്നു മോളെ. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ക്ലീറ്റോയാ, അത് അതിലപ്പുറം. അവൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം. ഒരു കൊച്ചു വളർന്നു വരുന്നുള്ള വല്ല ചിന്തയുണ്ടോ അവന്? കഷ്ടം. അതിന് ഒരു ജീവിതം വേണ്ടേ? അതിനെ നോക്കണ്ടേ? അവനിനി എന്ന് നന്നാവുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ എൻ്റെ പൊന്നെ. ഓർത്താ പേടിയാവും. അവള് പഠിച്ചെന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. ആ, ഫുഡ് വിളമ്പി തരോ? അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അടുക്കളയിൽ എടുത്ത് കഴിച്ചോ? അമ്മ വാ, അമ്മ വിശക്കുന്ന്. എടി, അമ്മ ഇവിടെ ഒരു പണിയിലാടി. വിളമ്പി തന്നിട്ട് വെക്കോ? കഴിക്ക്. എന്നാ ചായ. ഇവളെ ഞാൻ വഴക്ക് പറയണെന്ന് പറയണില്ലേ? ഇതാണ് കാര്യം. ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായ? ആ പറമ്പിൽ നിന്നിട്ട് കമ്മ എടുത്തതാന്ന് ഈ അടുക്കളയിൽ ഇതെല്ലാം ഇരിപ്പില്ലേ അമ്മേ? ഒരു കട്ടൻ ചായ തിളപ്പിക്കാനും ഒക്കെ അറിയില്ലേ? ഇതെടുത്ത് തിന്നാൽ എന്താ കുഴപ്പം? അല്ല, അമ്മയ്ക്ക് എടുത്ത് തന്ന എന്താ കുഴപ്പം? അല്ല അമ്മ, അമ്മയുടെ കൈ കൊണ്ട് കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ല. ഒരു കഴിച്ചെന്നൊരു ഫീൽ വരൂല സത്യം പറഞ്ഞാൽ. നിനക്ക് ഒരുത്തിക്ക് തന്നാ മതി. ഒരു കൊച്ചു കിടക്കുന്ന അറിയാമോ? അതിനെ നോക്കണം. എന്തൊക്കെ അവള് ചെയ്യണം. കാര്യങ്ങൾ ആദ്യത്തെ മോളെ കഞ്ഞി നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടുത് വിളിച്ചോണ്ടല്ലോ, അല്ലെങ്കിൽ ആ പണി പറമ്പിൽ കഴിയൂലായിരുന്നോ? എത്ര നാളും കൂടെ ഞാൻ പഠിക്കാനൊക്കെ പോയ എന്ത് ചെയ്യും? തമ്പി എണ്ണം വിളിക്കുന്നത്. ഹലോ, അതെ, എന്താ വേണ? റൊണാൾഡോ ആണോ? എപ്പോ? ഇല്ല, അവൻ വന്നിട്ടില്ല. ആ പറയാം. ആ, ശരി. അയ്യോ, ഭയങ്കര സന്തോഷം. ശരി. ആ, ഓക്കെ. ആ ശരി. ഡ്രസ്സും ആ ശരി എന്നാ. ആ ശരി. റൊണാൾഡിന് ജോലി. എന്തോന്ന്?
അവൻ രാവിലെ ആയിട്ട് തമ്പിയണ്ണനെ വിളിച്ചു എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ വേണ്ടിയിട്ട്. ഓ നന്നായിരിക്കും. അപ്പൊ ആ പുള്ളിയുടെ നാടക കമ്പനിയിൽ അവിടെ എന്താ ദൂരെ എവിടെയാണ്, തൃശ്ശൂരെങ്ങാണ്ടെന്ന് തോന്നുന്നു. അഭിനയിക്കാനാ? പിന്നെ എന്താ എന്ത് നടി, എന്ത് സജ്ജീകരണം? ഓ മറ്റേ രംഗസജ്ജീകരണം എന്ത് സജ്ജീകരണമെങ്കിലും ആകട്ടെ, ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ 365 ദിവസവും അവന് നാടകം കിട്ടും, കൈ നിറച്ച് കാശും വാങ്ങിക്കാം. അല്ല ഇത് മറ്റേ കർട്ടൻ പൊക്ക് അതല്ലേ? അങ്ങനെ എന്തൊക്കെയാന്ന് തോന്നുന്നു. ജോലിയായില്ലേ? കർട്ടനൊക്കെ പൊക്കണായിരിക്കും. അത് കർട്ടൻ പൊക്കലും മൈക്കലും അതൊക്കെ ആയിരിക്കും ഇവിടെ. എന്നാലും ഇവന് എന്ത് തോന്നിയെന്തോ. സത്യം. നല്ല സമയം. നിന്റെ ഫോണിന് എന്ത് പറ്റി? സ്വിച്ച് ഓഫ്. തമ്പിയെണ്ണം വിളിച്ചിട്ടുണ്ടായി. എന്തിന്? നീ എന്തെങ്കിലും ജോലിയുടെ കാര്യം ചോദിച്ചാ ഇന്ന്? രാവിലെ വിളിച്ചിട്ട് എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതെന്തപ്പ അങ്ങനെ ഒരു തോന്നൽ വരാൻ കാര്യം? വെമ്പടിയൊന്നും ഇല്ല കയ്യില്. തമ്പിയെണ്ണ ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായി, എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, പണി ശരിയായിട്ടുണ്ടെന്നും പറഞ്ഞ്. കൺഗ്രാറ്റുലേഷൻസ്. ഇത്ര പെട്ടെന്നോ? ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, വേഗം കേറിക്കോളാൻ പറഞ്ഞു. വൈകുന്നേരം കേറിക്കോ. ഇന്ന് വൈകുന്നേരോ? അതപ്പം ഇന്ന് വൈകുന്നേരം. നാളെ മുതൽ അവിടെ ചെല്ലണം. അവിടെ തൃശ്ശൂരാന്ന് തോന്നുന്നു വിളിച്ചു ചോദിച്ചോ. അവിടെ നാടകത്തിന്റെ എന്തോ ക്യാമ്പ് നടക്കുകയാണ്. എന്താണ്ട് നമ്മൾ അതൊക്കെയാ. അങ്ങനെ എന്തൊക്കെയോ പരിപാടികളാണ്. കുറെ ദിവസം അവിടെ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അല്ല ഇന്ന് വൈകുന്നേരം എന്ന് പറയുമ്പോ ഞാൻ വിളിച്ചു ചോദിച്ചത് ഒരു മാസത്തിനുള്ളിൽ എന്തായാലും സെറ്റ് ആവുകയാണെങ്കിൽ. ഒരു മാസം എടുത്തിട്ട് വന്നില്ലല്ലോ, ഇന്ന് തന്നെ പോകാൻ പറ്റില്ലേ? നീ ജോലിക്ക് പോയിട്ട് വരുമ്പോ എനിക്ക് എന്തോന്ന് വാങ്ങിച്ചോണ്ട് വരൂടെ ചേർക്ക? അതിന് ഞാനിപ്പോ ജോലിക്ക് പോകുന്നില്ലല്ലോ, പോയിട്ട് വരുമ്പോ. അല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് വിളിച്ചിട്ട് നാളെ കയറാന്നല്ല, ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും സെറ്റപ്പ് ആവുമോ? അപ്പൊ നീ പണിക്ക് പോകുന്നില്ലേ? അല്ല വർക്ക്ഷോപ്പിൽ ഒന്ന് രണ്ട്. നീ പറഞ്ഞെന്തോന്ന്? അവര് ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന? അല്ല അത് മോശമല്ലേടാ. ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുമ്പോ നീ പോകാതിരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? അതൊക്കെ ശരിയാവും. താഴെ മേളിലും പുരുഷ കേസുകൾ ഇല്ലാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് ഞാൻ ഇറങ്ങി പോകുമ്പോ അതൊക്കെയല്ലേ മോശം. അപ്പൊ അവരോട് വാക്ക് പറഞ്ഞത് അത് നീ ചെല്ലാന്ന് പറഞ്ഞോണ്ടല്ലേ തമ്പിയണ്ണൻ അത് ചെയ്തത്? എന്റെ വാക്കിനെക്കാട്ടിലും ഞാൻ ഇറങ്ങി പോകുമ്പോ നിങ്ങൾക്ക് കൊണ്ടാകുന്ന വിഷമല്ലേ എനിക്ക് വലുത്. എടാ നീ നിന്റെ കാര്യം നോക്ക്. ഈ പ്രോഗ്രാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ 365 ദിവസവും നിനക്ക് നാടകം കളിക്കാം, കൈ നിറച്ച് കാശും വരും. അത് പെണ്ണ ഇവള് റോസ്മേരി എന്നും ബഹളമായി. 10 പൈസ നീ അങ്ങോട്ട് അയച്ചു കൊടുക്കണ്ട. അത് പറഞ്ഞപ്പോഴാ കട്ടപ്പനയുള്ള റോസ്മേരിയുടെ കുഞ്ഞമ്മച്ചിയുടെ മൂത്ത മോന്റെ രണ്ടാമത്തെ ഇളയ പെങ്ങളുടെ വാക്കുറപ്പീര. അതിന് ഞാൻ ചെന്നില്ലെന്നുണ്ട് എന്നെ അവള് വേണ്ടാന്നുള്ള വാക്ക് അവള് ഉറപ്പിച്ചു പറയും. അപ്പൊ അവള് രക്ഷപ്പെടും. അവള് വേണ്ടാന്ന് വെക്കല്ലേ ഉള്ളൂ, കല്യാണം ഉറപ്പിക്കൊക്കെ നടക്കുമല്ലോ. ഞാൻ ഈ ചാടിക്കേറി പെട്ടെന്ന് ഒരു ജോലി സ്ഥലത്ത് പോയി അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു വരാൻ ഒരു കുറെ സമയം എടുക്കത്തില്ലേ? അപ്പൊ ഒരു മാസം മുമ്പേ ഇതാണ് ജോലി എന്നറിയിക്കുമ്പോൾ ഞാൻ മാനസികമായ ചില തയ്യാറെടുപ്പുകൾ എടുത്തിട്ട്. ഒരു കുഴപ്പമില്ല, എന്നാ വിളിച്ചു പറഞ്ഞേക്ക് തമ്പിയണ്ണനെ. അവര് വേറെ ആരെങ്കിലും വെക്കട്ടെ. വിളിച്ച് പറയരുതേ. തങ്കൻ ചേട്ടത്തി വിളിച്ച സ്ഥിതിക്ക് തങ്കൻ ചേട്ടത്തി പറഞ്ഞ എനിക്ക് വയ്യ വയറുവേദനയായിട്ട് കിടക്കുമെന്ന് പറ. തങ്കൻ ചേട്ടത്തി അങ്ങനെ പറയുന്നില്ല, നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. എന്നാ മുത്തുമോള് വിളിച്ച് തമ്പിയെങ്ങനെ. ഹലോ ഹലോ ഹലോ, എവിടെ പോകുന്നു? എവിടെ പോകുന്നു? കഴിച്ചു. ഇരി അവിടെ. കഴിച്ചു കഴിഞ്ഞു. ഇതെന്താ ഇതെന്താ? എനിക്ക് മതിയ. നല്ല വീക്ക് ഞാൻ തരും. അമ്മ വിശപ്പ് തീർന്നോ? ഒരുപാട് കഴിക്കാന്ന് വിചാരിച്ചപ്പോ കൊള്ളുന്നില്ല. മുത്തേ, അപ്പൊ നിനക്ക് ഇത് എടുക്കുമ്പോ പറയാൻ പാടില്ല അമ്മ എനിക്ക് ഇത്രയും വേണ്ട. നിന്റെ വിശപ്പ് എനിക്കറിയാമോ? അതെനിക്കും അറിഞ്ഞൂടല്ലോ, കഴിച്ചു വരുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതെന്ത് ചെയ്യും? കളഞ്ഞിട്ട് കഴുകി വെക്കാൻ ഞാൻ കഴുകിച്ചോളാം. അഹങ്കാരം പറഞ്ഞോണ്ട് അവള് അങ്ങോട്ട് കളഞ്ഞേക്കാന്ന്. എന്ത് നിസ്സാരമായിട്ട് അവള് പറഞ്ഞവള്. ഇവിടെ അങ്ങനെ കളയാൻ ആഹാരം ഇല്ല. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമോ? എന്നും അവിടെ ഇരിക്കടി, അവിടെ ഇരിക്കടി, അവിടെ കഴിക്കടി. എന്നും അതേമേ സ്കൂളിൽ കൊണ്ടുപോയാൽ കുറച്ച് ചോറ് അവിടെ വെച്ചിട്ട് പോകും. പച്ചക്കറി ഒന്നും അവള് തൊടൂല്ല. ഇവളെന്താ ഇവിടെ ആരാന്ന് ഇവളുടെ വിചാരം? 1-2 ദിവസം ചെയ്തേനാണ് ഈ പറയുന്നത്. ഒരു ദിവസം ചെയ്താൽ മതിയല്ലോ. എല്ലാ ദിവസവും ഫുള്ള് കഴിക്കാൻ പറ്റുമോ അമ്മമ്മ? 1-2 ദിവസം ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായി ഞങ്ങൾക്ക്. തുടങ്ങി. എന്ത് തുടങ്ങിന്ന്? ഇത് ഞാൻ കളഞ്ഞു വച്ച എന്താണ് അമ്മയുടെ പ്രശ്നം? കളയാൻ ഇവിടെ ഭക്ഷണം ഇല്ല. ഇതിപ്പോ വയറ് വീത്തു പോയില്ല. ഇനിയിപ്പോ എനിക്കിത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിന്നെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. 3 നേരം ഇവക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഉരുട്ടി കൊണ്ടു കൊടുക്കണില്ല ഒരു മനുഷ്യൻ. അങ്ങോരെ പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഡാഡി വന്ന് തീരുമാനമാക്കിയിട്ട് ഇനി എനിക്ക് ഫുഡ് മതി. വയറ് വീത്തല്ലേ, മനഃപൂർവ്വം അല്ലല്ലോ. കണ്ടോ? ആടി അത്ര അഹങ്കാരമാണെങ്കിൽ നീ കഴിക്കേണ്ട. നിന്റെ ഡാഡി വന്നിട്ട് നീ കഴിച്ചാൽ മതി. കൊച്ചിനടുത്ത് അങ്ങനെ പറയാം. മിണ്ടാതിരുന്നോ നീ? നീ അങ്ങനെ വലിയ പഷ്ടൊന്നും അല്ല നീ. എന്നാ ആരെയാന്ന് വെച്ചാ വിളിച്ച് പറ, അടുത്ത കുഴപ്പമുണ്ടാക്കി വെച്ചിട്ട്. അവൾ ആരോട് അവള് വാശി എടുക്കുന്നത്?
അവിടെ ഇരിക്കട്ടെ, മേത്തോളാം. അല്ല, കഴിച്ചിട്ട് വിശപ്പ് മാറ്റിയിട്ട് വിളിക്കാന്നൊരു ധാരണയിലായിരുന്നു. നിനക്ക് വിശക്കുന്ന സത്യമായിട്ട് വിശക്കുന്ന. ഓ ഇൻ്റെ ഇപ്പം അവളൊന്നും എടുത്തു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരിക്കെ, ഞാൻ എടുത്തോണ്ട് തരാം. കഴിയട്ടെ. ശരി. പിണക്കമാണോ മുത്തേ, പിണക്കമാണോ? ആണ്. വിശന്നു തോറ്റാലും തോറ്റു കൊടുക്കല്ലേ. സത്യം പറഞ്ഞ തങ്കം ചേട്ടത്തി മക്കളെ വഴക്ക് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഓ എന്തൊന്നും പറഞ്ഞില്ലല്ലോ. അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാര്യം ഞാനും വിശന്നിരിക്കുന്ന സാഹചര്യത്തിൽ വിശന്നിരിക്കുന്ന മുത്തിനെ സപ്പോർട്ട് ചെയ്താൽ ആഹാരം കഴിക്കാതെ എൻ്റെ വയറിൽ കാറ്റ് കയറുകയും അതൊരു ആഗോളതാപനമായിട്ട് മാറും. സ്വാർത്ഥതയല്ല, എന്തായാലും തങ്കം ചേട്ടത്തി പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയി. ആരും മോളാണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? അല്ല, എനിക്ക് ഭയങ്കര വിഷമമായി. അത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ലായിരുന്നു. അത് മോള് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മയത്തി പറഞ്ഞൂടെ? മയത്തിലായാലും കടുപ്പിച്ചാലും ഈ തള്ളയിൽ നിന്ന് കൂടുതൽ പറഞ്ഞാൽ അങ്ങനെയൊന്നും ശ്രദ്ധിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കണം. യാതൊരു കാരണവശാലും തോറ്റു കൊടുക്കരുത്. ഇല്ല, വഴങ്ങി വരും, മക്കളെ വിളിക്കാൻ വരും. നമുക്കറിയാവുന്നില്ല, ഇതേപോലെ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാവുന്ന. വരുമല്ലേ? പിന്നെ വരാതോടെ പോകാന്. അപ്പം ഇനി എന്നിട്ട് കഴിച്ചാൽ മതി. ഇവിടുന്ന് കഴിക്കേണ്ട ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരും. എങ്ങനെ? നമ്മുടെ മുരളിയണ്ണൻ്റെ കടയിൽ പോയി നല്ല ചൂട് പൊറോട്ട റോസ്റ്റ് ഇവിടെ കൊണ്ടുവരും. പക്ഷെ അമ്മയുടെ കിന്നാരം കണ്ടിട്ട് ചാടിക്കറി സ്നേഹിച്ചങ്ങ് പോകരുത്. മക്കളും മക്കളുടെ നിലപാടിൽ തന്നെ നിൽക്കണം. സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ബാലികാതെ കുട്ടിത്വ സ്വാതന്ത്ര്യത്തിൽ അത് സംസ്ഥാന സമ്മേളനം, അങ്ങനെ ഒരു സാധനമുണ്ട്. അതായത് അമ്മ വന്ന് വിളിക്കുന്നവരെ ഇവിടെ നിന്നൊന്നും കഴിക്കൂല. കഴിക്കരുത്. അമ്മ വന്ന് വിളിച്ച ചാടിക്കറിയും പോകരുത്, പുറകെ നടന്ന് വിളിക്കണം. പണ്ട് ഇതേപോലെ ഞാൻ ആഹാരം കഴിക്കാതെ ഇവിടെ കിടന്നു. മേളിലുള്ള ലില്ലി കനകനും താഴെയുള്ള തങ്കം കളിച്ചത് 18 പണി നോക്കി. അവസാനം വന്ന് എൻ്റെ കാല് പിടിച്ചിട്ടാ പച്ചവെള്ളം കുടിച്ചത്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചങ്ങോട്ട് നിൽക്കും. പിന്നെ എന്നെ വന്ന് വിളിക്കട്ടെ. പോവരുത്, ഒറ്റ വിളി പോവരുത്. ഇല്ല, നമ്മുടെ കാല് പിടിക്കുമ്പോൾ പോയി ഒരു പേരിന് ആഹാരം. കാലൊന്നും പിടിക്കൂലായിരിക്കും, പക്ഷെ എന്നാലും വിളിച്ചാൽ പോവാം. അതുവരെ ഞാൻ പക്ഷെ അനങ്ങൂല. അനങ്ങനെ പറഞ്ഞാൽ അത് നമ്മൾ സത്യാഗ്രഹം ഇരുന്നോലിരിക്കും. അല്ല, എനിക്ക് ഇത്ര വില നല്ല ഉണ്ടോ നോക്കണല്ലോ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിക്കല്ലേ. ഇവരൊക്കെ ഈ 10 മാസം ചുവന്ന കറയും പറഞ്ഞുകൊണ്ട് കുറേ നാൾ നമ്മളെല്ലാവരും ഇട്ട് പറ്റിച്ച് അങ്ങനെ തള്ളമാരെ അങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല. അപ്പൊ വിശക്കുമ്പോ ഫുഡ് പിന്നെ ഞാൻ ഇപ്പൊ ചന്തയിൽ പോയി ഉച്ചക്കുള്ള ഊണിനുള്ള മീൻ മേടിച്ചോണ്ട്. അല്ല, അപ്പൊ മറ്റേ ഞാൻ കൊണ്ടുവരാം, ഒളിച്ച കൊണ്ടുതരാം. പിന്നെ നിങ്ങളുടെ അമ്മ ഇവിടുത്തെ മുത്തശ്ശി വഴി അനുരഞ്ജനത്തിന് ശ്രമിക്കും. തോറ്റു കൊടുക്കരുത്. അല്ല, അറിയണോ? വാശിയായിരിക്കണം. അഥവാ ഇറക്കി ഇടുവാണെങ്കിൽ വല്ല ലേഡീസ് ഹോസ്റ്റൽ ഞാൻ സെറ്റാക്കി തരാം. ഇറക്കിയൊന്നും വിടൂല. മീൻ വാങ്ങാൻ പോയ നേരം സ്നേഹം ഉണ്ടോന്ന് എപ്പോഴും കൂടെ. ഓ സോപ്പിടണ്ട. അമ്മ പറഞ്ഞത് മോക്ക് വിഷമോയല്ലേ? പിന്നെ വിഷമമില്ല, അങ്ങനെ പറയണ്ടോ? പറയുന്നതിനൊക്കെ ഒരു മയം വേണ്ടേ? സാരല്ല കേട്ടോ, അമ്മയല്ലേ. പിന്നെ ആഹാരം കളയാൻ പാടില്ല. എൻ്റെ പൊന്നു മോളെ, ഒരു നേരം വയറ് നിറച്ച് എൻ്റെ കുട്ടിക്കാലത്ത് ആഹാരം കിട്ടിയെന്ന് പറയാം, അത്ര തന്നെ. ആഹാരത്തിൻ്റെ വില അറിഞ്ഞ് ജീവിച്ചവരാ മക്കളെ ഞങ്ങൾ. അതൊക്കെ. ഇനി ഞാനൊരു കാര്യം പറ്റേ, അത് അന്നത്തെ കാലം, അമ്മുമ്മയുടെ കാലം. ഇപ്പം അങ്ങനെയാണോ? ഇപ്പം എല്ലാവർക്കും ആഹാരം ഉണ്ടല്ലോ. ഇപ്പം അങ്ങനെ ഇനിയിപ്പോൾ ആണെന്ന് വെച്ചോ, ഏതെല്ലാം രീതിയിൽ പറയാം. അങ്ങനെ വന്നിരുന്ന് അടിക്ക് എന്നെ നോക്കമ്മ കണ്ട ചുമന്നിരിക്കുന്നേ. പോട്ട് സാരമില്ല മക്കൾ, എണീറ്റ് വാ. പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച നല്ല വിളഞ്ഞ പുറത്തിച്ചൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പം പഴുത്ത് കാണും. വാ, നമുക്ക് വെട്ടിക്കണ്ടിച്ച് തിന്നാം. ഇല്ല അമ്മ, ഞാൻ ഈ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കാതെ പച്ചവെള്ളം കുടിക്കൂല. എപ്പോഴും എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണം. ഇല്ല, ഇന്നത് നടക്കൂല. അവൾ ആഹാരം കഴിക്കാൻ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അമ്മയെ നിനക്കറിയാലോ, അവൾ വാശിക്ക് ഒട്ടും പുറകിലോട്ടല്ല. ആണേ, അമ്മ വാശിക്ക് പുറകിലോട്ടല്ലോ. ഞാനും അല്ല, അമ്മയുടെ മോളാ ഞാൻ. എനിക്കുണ്ട് വാശി. അമ്മ കുഴിമന്തി കഴിച്ചിട്ടുണ്ടോ? കുഴിമന്തി അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അയ്യോ, കഴിക്കണം. അയ്യോ, ആ ഇറച്ചി അതിനകത്ത് വെന്ത ആ ചോറിനകത്ത് അതിൻ്റെ മണം വരുമ്പോൾ ഉണ്ടല്ലോ. കുഴിമന്തി മാസത്തിൽ 2 എണ്ണം വീതം കഴിച്ചിട്ടുണ്ടല്ലോ, പ്രായം കുറയുന്ന മന്തിയാ. അങ്ങനെയൊക്കെ പിള്ളേർ പറയുന്നത് കേൾക്കാം, കുഴിമന്തി. എനിക്കതൊന്നും പിടിക്കരുത്. എന്താ അവൻ ചോദിക്കുന്ന മാസത്തിൽ 2 കുഴിമന്തി കഴിക്കാൻ പ്രായം കുറയും. മീൻ വറുത്തില്ലേ? മീൻ വറുത്തതേം വറുത്തോണ്ടിരിക്കുന്നു.
നല്ല പച്ച മീനായിരുന്നു. അതെ അതെ, മണം കേട്ടോ. ഒരു 600 രൂപ മേടിച്ച ചൂട് മന്തി ഞാൻ മേടിച്ചു തരാം. 600 മതിയേ. മീന് കഴിക്കും. ചേട്ടതിരിക്കുന്നില്ലേ? അല്ല, എനിക്കിപ്പോൾ വേണ്ട മക്കളെ. എന്താ? ഞാൻ ഇച്ചിരി മുമ്പേ ഒരു മണി പഴിഞ്ഞു കുടിച്ചായിരുന്നു. നിങ്ങൾ കഴിച്ചോളി. കഴിക്ക്. അല്ല, എനിക്ക് പറമ്പിലൊക്കെ നടന്നിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ പുറത്തിനൊരു വല്ലാത്ത വേദന. ഞാനൊന്ന് പോയി കിടക്കാം. അതെ, വെയിലും കൊണ്ടുകൊണ്ട് അവിടെയൊക്കെ എന്നാ തിരുമ്പി തരാം. ഒന്ന് കിടന്നിട്ട് ഞാൻ എഴുന്നേക്കട്ടെ. അന്ന് ഇവിടെ കിടക്കായിരുന്നില്ലേ അമ്മയ്ക്ക്? ഓ സുഹൃത്തെ, ഇരിക്കുന്നതിന് ഒരു ഇച്ചിരി വെള്ളം വേണം. നല്ല എരി മീൻ കറിക്ക്. എന്നാ പിന്നെ ഞാനേ ആ മീനും കൂടി ഒന്ന് കുറച്ച് മീനും കൂടി ഇരിപ്പുണ്ട്. ഓ, അതും കൂടി ഉണ്ടാക്കിയിട്ട് വരാം. ഇത് വെച്ചേക്കണ്ടല്ലോ, മൊത്തം ഞാൻ കഴിക്കാലോ. അത് നീ കഴിച്ചോ. ക്ലീറ്റോ വൈകിയല്ലേ വരുള്ളൂ. ക്ലീറ്റോന് വറുത്ത് കൊടുക്കാൻ വേറെ മീനുണ്ട്. ക്ലീറ്റസ് മച്ചമ്പയുടെ മോളാണെങ്കിൽ നിന്റെ അഭിമാനം കുനിയാതെ നീ ഇത് തുടരുത്. നാണക്കേട. കഴിക്കുന്നോണ്ടല്ലോ ആരും. ഈ പറയുന്ന അങ്കിളിനുണ്ടോ നാണം? ഞാൻ ഇവിടെ പട്ടിണി കിടന്നിട്ട് എന്നെയും പറ്റിച്ചിട്ട് കഴിക്കുന്നു. അത് ഞാൻ ചെയ്താണോ? വ്യാപാരി വ്യവസായികളോട് ചെയ്ത ചതി. അവർ പെട്ടെന്ന് സമരം വെച്ച കടമത്തോടെ ഞാൻ ചെയ്യാൻ പറ്റും. നീ മീൻ എങ്ങനെ കിട്ടി? ഇത് വിഷ്മർത്തൻ്റെ അത് വ്യാപാരി വ്യവസായിക്കകത്ത് വരുന്നതല്ലോ. അമ്മയാണ് ഇതുവരെ വിളിച്ചതുമില്ല. അങ്ങനെ വന്ന് വിളിച്ചാൽ പോരാ, കാല് പിടിച്ച് വിളിക്കാതെ മോള് പോരുത്. മോളൊരു അഭിമാനമുണ്ട്. മോള് വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ്. വിശന്ന് ചത്താലും ആ തോന്നും. മീനുള്ളത് മൂടി വെച്ചില്ലെങ്കിലേ കള്ളിപ്പൂച്ച ഉള്ളതാ. അതെ, വെള്ളം എടുത്തില്ല. ഒരെണ്ണം കഴിച്ചിട്ടാ. മോളെ, അങ്ങനെ സ്വന്തം വീടാണെങ്കിലും അമ്മയുടെ മുമ്പിൽ അങ്ങനെ തോറ്റു കൊടുക്കരുത്. നല്ല മസാല കൂട്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ പൊന്നോ, വിശന്നിട്ട് പാടില്ലായിരുന്നു. എന്നാ ചോറ്. മീൻ തിന്നോളായിരുന്നില്ലേ? ഇത് എവിടെ നിന്ന് മേടിച്ചതാ മീൻ? നല്ല മീനായിരുന്നു. ഇതാണ് ഇപ്പം നമ്മുടെ ബാർബർ ഷോപ്പിനപ്പുറത്ത് പുതിയൊരു ഫിഷ് സ്റ്റാൾ തുടങ്ങിയിരിക്കുന്നു. ആണോ? അലിയുടെ മീനേക്കാളും നല്ലതാ. നീങ്ങോ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ശല്യം ചെയ്യല്ലേ. മീൻകറി നല്ലതാണോടാ? പൊളി, 5 സ്റ്റാർ ഹോട്ടൽ. അതെ ടേസ്റ്റ്. എന്തി മുള്ളു കൊണ്ടതാ. നോക്കി തിന്നെ റൊണാൾഡേ. ഒരു മീൻ വറുത്തെടുത്താടാ. പാവയ്ക്ക നമ്മുടെ പറമ്പിലുണ്ടായതാ. ആണോ? അല്ലേ? നീ ഇതെവിടെ നിറങ്ങാൻ പോയി? ചായ എടുത്ത് വെച്ചേക്കണം. നേരെ എന്തോരം അത് ആറിപ്പോവില്ലേ റൊണാൾഡേ. ഞാൻ ചൂടാക്കാൻ നടക്കണം. ചായക്ക് കടിക്കാന്നുണ്ട്. പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പഴംപൊരി ചായ കിട്ടിയ വലിയ പോലെ വരും. എടുത്തു പിടിച്ചോ. ഇത്ര സാധനം റോഡിൽ നിന്ന് ചുമ്മിക്കൊണ്ട് വന്ന് തോള് പറഞ്ഞ് മോലാലോട്ടായി ഒരു സൈഡ് തോള് കരിഞ്ഞ് അറിയോ? ഞാൻ പോണത് ഇത് ചുമന്നുകൊണ്ട് വന്നത് കൊണ്ടല്ല. പിന്നെ ആകെ 4 പഴംപൊരി ഉള്ളൂ. നീ പോയാൽ അത് ഫുള്ളെടുത്ത് തിന്നും. ബാക്കിയുള്ളവനുണ്ടാവൂല. കട തുറക്കാതെ ഞാനും ദിവസം ഞാൻ മരിച്ചു. അങ്ങനെ ഭക്ഷണം മരിക്കത്തൊന്നുമില്ല. ഞാൻ പിണങ്ങി ഇന്നപ്പോഴും ഏകദേശം ഈ സമയം വരെ അതിന് ശേഷം അവരൊന്ന് കാല് പിടിച്ചേ. മാനം വിട്ട് ജീവിക്കരുത്. കാല് പിടിക്കാതെ യാതൊരു കാരണവശാലും തോറ്റു കൊടുക്കരുത്. മൈൻഡ് ചെയ്യും. അതൊക്കെ അലിഞ്ഞിഞ്ഞ് വരും. വിശന്ന് ബോധം കെട്ട് വീട് എന്നാലും തോറ്റു കൊടുക്കരുത്. നമ്മൾ അങ്ങനെ ആവരുത്. വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഫോർ ഡെവലപ്മെന്റ്. എന്താടാ? അല്ല, ഞാനേ പഴംപൊരി എല്ലാം കൂടി എടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം. 2 എണ്ണം കഴിച്ചാൽ മതി. ഒറ്റടിച്ച് തീർക്കട്ടെ. പാലയുടെ കൊളുത്തൂരി കിടക്കുന്നു.
അത് കാണാതെ പോയി എന്നെ കള്ളാന്ന് വിളിക്കാം. ഇപ്പൊ പോയേനെ ദൈവമേ. മക്കളെ കിണറ്റിൽ വെള്ളം താണെന്ന് തോന്നുന്നു. വെള്ളത്തിന് വല്ലാത്തൊരു ചെളി വേണം. ആണോ? എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്തൊക്കെയാ ചായ? ആ വെള്ളം കുറവാമ്മ. മക്കളെ നീ കുളിക്കുന്നില്ലേ? കുടിക്കുകയും ചെയ്തു കഴിക്കുകയും ചെയ്തു യാതൊരു കാരണവശാലും. എനിക്ക് രാവിലെ തൊട്ട് ഇതുവരെ മനുഷ്യര് ഭാഗം കഴിച്ചിട്ടില്ല. ചോദിച്ചെന്നിട്ട് വന്ന് എന്റെ മുത്തുമോളെ, നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തേ. ആരെന്ത് വെയിറ്റ് ചെയ്ത്? ഇവക്ക് ഇവിടെ ഡാഡി വന്നാലല്ലേ ഇനി കഴിക്കുള്ളൂ. അത് അന്നേരം കഴിച്ചാൽ മതി. നീ എന്തിനിപ്പോ കരയുന്നത്? നിനക്ക് വിശക്കുവോ? അങ്ങനെ വിശക്കുന്നത് നിങ്ങൾ ന്യൂജൻ പിള്ളേർ വിശക്കുവോ നിങ്ങക്ക്? നീ അമ്മേനോട് പറഞ്ഞു കേട്ടല്ലോ, ഞങ്ങൾക്ക് ഇതൊന്നും നാണക്കേടാണ് ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിശപ്പ് വന്ന ന്യൂജനും ഇല്ല പഴയതും ഇല്ല. എല്ലാവരുടെ വിശപ്പും വയറും ഒരുപോലെയാണ്. അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ. ഇപ്പോൾ ഒരു നേരം കഴിക്കാതായപ്പോൾ മോക്ക് വിശന്നല്ലേ? അപ്പോൾ ഒരു നേരം പോലും കഴിക്കാത്ത എത്ര കുഞ്ഞുങ്ങളുള്ള നാടാ ഇതെന്നറിയാമോ? അതുകൊണ്ട് വിശപ്പും ഇവിടുത്തെ ബുദ്ധിമുട്ടും എല്ലാം അറിഞ്ഞ് എൻ്റെ മോള് വളർന്നാൽ മതി. അല്ലാതെ എനിക്കിത് വേണ്ട, ഞാനിത് കുഴച്ച് കളയും, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ വിശന്ന് ഇവിടെ ഇരിക്കേ ഉള്ളൂ. മക്കളെ മക്കളെ പട്ടിണി എടുത്തിട്ട് ഒരു മനസ്സാക്കി എവള് പറഞ്ഞിട്ടാ നിന്നെ ഞാൻ കഴിക്കാൻ വിളിക്കാതിരുന്നത്. മക്കൾ കഴിക്കാതെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? ഇതുവരെ ഞാനും ഒന്നും കഴിച്ചില്ല. ഇപ്പോഴാണെങ്കിൽ വിശന്ന് എന്റെ കുടല് വരും. പിന്നെ ഞാൻ എന്റെ കൊച്ചിനുണ്ടാക്കിയതാ. പോടാ. അത് കഴിക്കണ്ട. കൊച്ചു പറഞ്ഞിട്ടല്ലേ ഇത് മേടിച്ചു, ചൂട് പൊറോട്ട ബീഫ്. പിന്നെ ഞാൻ മേടിച്ചോണ്ട് ഇവിടെ വെച്ചിരുന്നല്ലേ, എവിടെ വരെ പോണോന്ന് അറിയണമായിരുന്നല്ലേ. ഇപ്പൊ വിശപ്പിന്റെ വില എന്താണെന്ന് മനസ്സിലായോ? അതുപോലെ തന്നെയാണ് വാക്കിന്റെ വിലയും കേട്ടാ. ഒരാളോടൊരു കാര്യമേറ്റ അത് ചെയ്യണം അല്ലേ അമ്മേ? അങ്ങനെ തന്നെ വേണം. കഴിക്കും മോളെ. Audience